ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ 4G വണ്ടി നമ്മൾ വർക്കിന് ആയിട്ടുണ്ട്. ജനറൽ സർവീസ് ആയിട്ടാണ് പറഞ്ഞാണ്. കാരണം അത് ജോബ് കോളിൽ പറഞ്ഞവർക്ക് ജനറൽ സർവീസ് ചെയ്യണം. അതേപോലെ ഹാൻഡിൽ കവർ മാറ്റാനുണ്ട്, ഹെഡ്ലൈറ്റിൻ്റെ ഹാൻഡിൽ കവർ മാറ്റാനുണ്ട്, പിന്നെ അതിൻ്റെ റിയർ കവറും വരും. സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ട്, എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം. ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞാണ് കേട്ടോ. അപ്പോൾ നിലവിൽ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറിയിട്ടുണ്ട്. സ്റ്റാർട്ടിങ് സംബന്ധമായിട്ടൊരു കംപ്ലൈൻറ്റ് പ്രത്യക്ഷത്തിൽ നമുക്ക് കിട്ടിയിട്ടില്ല. അത് ഏത് രീതിയിലാണ് കാണിക്കണമെന്ന് നമുക്കൊരു ഐഡിയ ഇല്ല. കാരണം ബെൻഡെക്സിൻ്റെ ഒരു ചെറിയ കംപ്ലയിൻ്റ് ഉണ്ട്, ബാറ്ററി ചെറിയ ഡൗൺ ഉണ്ട്. അപ്പോൾ മിക്കവാറും സെൽഫ് എടുക്കാൻ ബുദ്ധിമുട്ടായിട്ടായിരിക്കും കാണിക്കുക. കിക്കറിൽ സ്റ്റാർട്ട് ആവണതിന് വേറെ പ്രോബ്ലം ഉണ്ടാവാൻ സാധ്യതയില്ല. നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ വണ്ടി ഇപ്പോൾ ഓടി വന്നതുകൊണ്ട് തന്നെ വണ്ടി സെൽഫ് അടിച്ച വണ്ടി ഓൾറെഡി സ്റ്റാർട്ടിങ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റി ബാക്ക് സൈഡിൽ നിന്ന് നമ്മൾ ഓരോ ഭാഗങ്ങൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷനൊക്കെ അത്യാവശ്യം ഉണ്ട്. മിഷ്ലിൻ്റെ ടയറാണ്, നല്ല ടയർ അടക്കണേ. അതേപോലെ തന്നെ വീലിൻ്റെ ബെയറിംഗ് ഒക്കെ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഇല്ല. ഗിയർ ഓയിൽ ചെക്ക് ചെയ്ത് നല്ല ഓയിലാണ്. ബ്രേക്ക് ലൈനറായാലും ബാക്കിലത്തെ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോൾ എയർ ഫിൽറ്റർ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. എയർ ഫിൽറ്റർ നമുക്ക് കിടക്കുന്നത് കമ്പനി ഫിൽറ്ററാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്ററാണ്. കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, അതൊക്കെ തുടച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. ക്ലച്ച് സൈഡ് നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. ക്ലച്ച് ഗ്രീസിങ്ങിനൊക്കെ ആയിട്ട് അയച്ചാലാണ്. ഓൾറെഡി വേരിയേറ്റർ ബോഡിയൊക്കെ നല്ലതാണ്, പുതിയതാണ്, വലിയ പഴക്കമായിട്ടില്ല. വേരിയേറ്റർ ബോഡിയും ബോസ് ഡ്രൈവൊക്കെ ഓക്കെയാണ്. പിന്നെ അതിൻ്റെ ഈ റോളറുകൾ ചെറിയൊരു തേമാനം തുടങ്ങിയിട്ടുണ്ട്. അത് നോർമൽ വന്ന കേസാണ്, അത് പരമാവധി യൂസ് ചെയ്യുക. തീരെ കംപ്ലൈൻ്റ് ആയിട്ടൊക്കെ മാറ്റിയാൽ മതി. ക്ലച്ച് യൂണിറ്റ് ആയാലും നിലവിൽ ചെറിയൊരു തുരുമ്പിൻ്റേതായിട്ടുള്ള പ്രശ്നമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അത് നമുക്കൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ട് റീസെറ്റ് ആക്കാം. വേരിയേറ്റർ ബോഡി ഓക്കെയാണ്. നമുക്ക് ഈ ബെൻഡെക്സിൻ്റെ ഭാഗം ചെക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, ബെൻഡെക്സ് ചില സമയങ്ങളിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ട്, റിട്ടേൺ വന്നില്ല. അപ്പോൾ അത് സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് വരാനുള്ളൊരു സാധ്യതയാണ്. സെൽഫ് എടുക്കാനായിട്ടൊരു ബുദ്ധിമുട്ട് കാണിക്കാനുള്ളൊരു സാധ്യത നിലവിലുണ്ട്. പിന്നെ ക്ലച്ചിനകത്ത് വേറെ ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല. എയർ അടിച്ചൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ നമ്മളതിൻ്റെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്ത് ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെ കവർ ഗ്യാസ്കറ്റ് ലീക്കായി തുടങ്ങിയിട്ടുണ്ട്. ആരംഭമാണ്, കൈയോടനെ അത് മാറ്റിയിടണമാണ് ബെറ്റർ കേട്ടോ. കാർബറേറ്ററുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് കംപ്ലയിൻറ്റുകളൊന്നും പറഞ്ഞിട്ടില്ല. ഓൾറെഡി നമുക്ക് ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് മിസ്സിങ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലാണ് കാർബറേറ്റർ അഴിക്കേണ്ട കേസുള്ളൂ. ഇപ്പോഴത്തെ സ്റ്റേജിൽ കാർബറേറ്റർ അഴിക്കാതിരിക്കുന്നതാണ് ബെറ്റർ. കാരണം 820 പെട്രോളാണ്, അത് അലുമിനിയം ഭാഗങ്ങൾ ദ്രവിപ്പിക്കുന്ന ഒരു കെമിക്കൽ പോലെ വർക്ക് ചെയ്യും. അപ്പോൾ അതാണ് നമ്മുടെ ഇപ്പോൾ പെട്രോളിൽ ആഡ് ചെയ്തേക്കണേ. അപ്പോൾ ഒരു 20% എത്തനോളാണ്. അപ്പോൾ അത് ഒട്ടുമിക്ക വണ്ടികളുടെ കാർബറേറ്ററിൻ്റെ അടി നമ്മൾ അഴിച്ചു നോക്കുമ്പോൾ ദ്രവിച്ചേക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും. തിരിച്ച് നമ്മളിത് ക്ലീൻ ചെയ്ത് കയറ്റുന്ന സമയത്ത് എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കുക. പിന്നെ കാർബറേറ്റർ നമ്മൾ മാറ്റി വയ്ക്കേണ്ടി വരും. നിലവിൽ നമ്മുടെ വണ്ടിക്ക് അങ്ങനത്തെ വേറെ പ്രോബ്ലംസ് ഒന്നും നിലവിൽ പറഞ്ഞിട്ടില്ല. സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും എനിക്കത് തോന്നുന്നില്ല കാർബറേറ്ററുമായി ബന്ധപ്പെട്ടാണ് കംപ്ലയിൻറ്റ് തോന്നുന്നില്ല. കാരണം നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ കംപ്ലയിൻറ്റ് കിട്ടിയിട്ടില്ല. പിന്നെ ഉള്ളത് ബാറ്ററിയും ബെൻഡെക്സും ആണ് ഒരു കംപ്ലയിൻറ്റ് കാണിക്കാനുള്ളൊരു പോസിബിലിറ്റി ഉള്ളത്. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ബെൻഡെക്സ് ഓൾറെഡി കംപ്ലയിൻ്റ് ആണ്, ഞാൻ കാണിച്ചായിരുന്നു. ബാറ്ററിയും കൂടി ചെക്ക് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ടിലത്തെ ഗ്രീൻ ബുഷൊക്കെ ഓൾറെഡി നല്ല രീതിയിൽ ഓവലായി പോയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് അഴിച്ച് മാറ്റുന്നുണ്ട്. ലിങ്കിൻ്റെ ബുഷും ഈ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ഷെയ്ക്ക് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ടിലത്തെ ബുഷ് സെറ്റ് ഒന്ന് മാറ്റി സെറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഫ്രണ്ട് ലൈനർ കിടക്കുന്ന കമ്പനി ഒറിജിനൽ ലൈനറാണ്, പുതിയ ലൈനറാണ് കേട്ടോ. ടയറായാലും പുതിയ ടയർ കിടക്കണേ. വീൽ ബെയറിംഗ് ഒന്നും വേറെ പറയാത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല. അപ്പോൾ ഫ്രണ്ടിലെ ബുഷ് സെറ്റ് മാറ്റി കഴിഞ്ഞാൽ ഫ്രണ്ട് ഭാഗം ഓക്കെയാണ്, അത് റെഡി ആയി പോകുള്ളൂ. പിന്നെ നമുക്ക് അതിൻ്റെ ബാറ്ററിയുടെ കണ്ടീഷൻ പറഞ്ഞു. ബാറ്ററി നമുക്ക് ഇതുമ്പോൾ ഇരിക്കുന്നത് 2022 ബാറ്ററി ഇരിക്കുന്നത്. 2022 എന്ന് പറയുമ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു 2026 ആയിട്ടുണ്ട്. 3 വർഷം എന്തെങ്കിലും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ബാറ്ററി. ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ 13 വോൾട്ട് വരെ കിട്ടുന്നുണ്ട്. അപ്പോൾ 13 വോൾട്ട് നമുക്ക് കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് ഹോൺ ഇൻഡിക്കേറ്ററൊക്കെ കൃത്യമായിട്ട് വർക്ക് ചെയ്യും, വേറെ പ്രോബ്ലം ഉണ്ടാവില്ല. പക്ഷേ സെൽഫ് എടുക്കുന്ന സമയത്ത് ബാറ്ററി ഡൗൺ ആയി പോകും. അത് ആംബിയർ കുറവുള്ളതുകൊണ്ട് ബാറ്ററി ഡൗൺ ആവും. അപ്പോൾ അങ്ങനെ കാണിക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ നമുക്ക് ബാറ്ററിയുടെ കംപ്ലയിൻ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ട് കാണിക്കും. അപ്പോൾ ഞാനിവിടെ നിന്ന് ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. നിലവിൽ 8.5 വോൾട്ടിൽ താഴേക്ക് പോയി കഴിഞ്ഞാൽ കംപ്ലയിൻ്റ് ആണ് ബാറ്ററി. അത് നമ്മളിപ്പോൾ ടെസ്റ്റിലേക്ക് കൊടുക്കുന്ന സമയത്ത് വോൾട്ട് പോകണമെന്ന് 7.5 വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ബാറ്ററിയുടെ കംപ്ലയിൻറ്റും കൊണ്ടായിരിക്കും നമുക്ക് സ്റ്റാർട്ടിങ്ങിൻ്റെ പ്രശ്നം കാണിക്കാം. ബാറ്ററി മാത്രമല്ല, ബാറ്ററിയും ആ ബെൻഡെക്സ് യൂണിറ്റും കൂടി മാറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബാറ്ററി വെച്ച് തൽക്കാലത്തേക്ക് റെഡിയാവും. പക്ഷേ ബെൻഡെക്സ് പിന്നീട് കംപ്ലയിൻറ്റ് കാണിക്കും. പിന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് അഴിക്കാൻ നിൽക്കേണ്ടി വരും. അപ്പോൾ ബാറ്ററിയും ബെൻഡെക്സും നിലവിൽ കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ അത് മാറ്റിയിട്ടാലാണ് റെഡി ആവുള്ളൂ. പിന്നെ സ്പാർക്ക് പ്ലഗ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്, വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല. എഞ്ചിൻ ഓയിൽ പിന്നെ മാറ്റേണ്ട ടൈമാണ്, അപ്പോൾ ഓയിലും കൂടി കൂട്ടത്തിൽ മാറ്റാം. വാട്ടർ സർവീസിൻ്റെ കേസ് പറഞ്ഞിട്ടില്ല, എനിക്കൊന്നും പറയാൻ വിട്ടുപോയതായിരിക്കാം. വാഷിംഗ് കൂടി ഞാൻ ഇഷ്ടംപോലെ ഉൾപ്പെടുത്തുന്നുണ്ട്, നോക്കിയിട്ട് പറഞ്ഞാൽ. പിന്നെ ഹാൻഡിൽ കവർ ഓൾറെഡി പൊട്ടിയിരിക്കണേ. അപ്പോൾ ഈ കവറും അതിൻ്റെ ബാക്കിലത്തെ റിയർ കവറും കൂടി മാറ്റി സെറ്റ് ചെയ്യുമ്പോൾ ഓക്കെ ആയിക്കോളും. അപ്പോൾ ഞാനതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് വാട്സപ്പിനകത്തേക്ക് ഇട്ടേക്കാം കേട്ടോ. വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം. അതനുസരിച്ചിട്ട് വേണം നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്.